സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യ വൈദ്യർ ഷാബ ഷെരീഫിന്റെ കൊലപാതക കേസിൽ മാസം അവസാനം വിധി പറയും. ഒരു വർഷത്തോളം നീണ്ടുനിന്ന വാദങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുന്നത്. കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനാകാതെ വിചാരണ പൂർത്തിയാക്കിയ അപൂർവമായിട്ടുള്ള കൊലക്കേസാണ് ഷാബ ഷെരീഫ് കേസ്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മൈസൂർ സ്വദേശിയായ ഷാബ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നു. ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. കേസിൽ നിർണായകമായത് DNA പരിശോധനാ ഫലമായിരുന്നു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ 7ാം പ്രതിയായിരുന്ന നൌഷാദിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത്. 2024 ഫെബ്രുവരി 15-നായിരുന്നു കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണുള്ളത്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികൂടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ മാസം 27-നാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.